ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF നിലപാട് ഇന്നുണ്ടാകും. UDF യോഗം ഓൺലൈനായി ചേരും. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കോടതിയിലെ സത്യവാങ്മൂലം തിരുത്തുമെന്ന് ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൂചന നൽകിയിരുന്നു. അയ്യപ്പ സംഗമം കൊണ്ട് ഭക്തർക്ക് എന്താണ് ഗുണമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം ചോദിക്കുന്നു. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. 2018 സുപ്രീം കോടതി വിധിയിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഭക്തജന സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്നാണ് പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. വിവരങ്ങൾ സെയ്ഫ് സൈൻ ലാബ്ദീനും പത്തനംതിട്ടയിൽ നന്ദുഷയും നൽകും. ആദ്യം നന്ദുഷയിലേക്ക്. നന്ദുഷ, ഈ അയ്യപ്പ സംഗമത്തോട് എതിർപ്പ് അറിയിക്കാൻ ഈ പന്തളം കൊട്ടാരം തീരുമാനിക്കാൻ കാരണം എന്താണ്? ശരി, നന്ദുവിലേക്ക് ഞാൻ വരാം. സെയ്ഫ് സൈൻ ലാബ്ദീൻ ചേരുന്നു. സെയ്ഫ്, ഈ അയ്യപ്പ സംഗമം വിഷയത്തിൽ ഒരു ഭൂരിപക്ഷ പ്രീണന നയമാണ് ഇത് നടത്തുന്നതെന്ന് UDF-ന്റെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. UDF ആകട്ടെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. ഇങ്ങനെ എന്ത് നിലപാടിലേക്കായിരിക്കും UDF എത്തുക? ഇത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനമെടുത്തതിന് പിന്നാലെ തന്നെ ആദ്യ വിമർശനവുമായി രംഗത്ത് വരുന്നത് RSS ആയിരുന്നു. കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും രംഗത്ത് വന്നു. ആദ്യം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അന്ന് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ എടുത്തിരുന്നു. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ എടുത്തിരുന്നു. അതാദ്യം പിൻവലിക്കണം. എന്നിട്ട് വേണം ഈ പരിപാടി നടത്താനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇത് ഭൂരിപക്ഷ പ്രീണനമാണെന്നുള്ള വിമർശനം ഉയർന്നു വരികയും ചെയ്തു. അത് RSS-ന്റെ ഭാഗത്ത് നിന്നാണ് ആദ്യ വിമർശനം ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇതേ ചോദ്യം നമ്മൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആദ്യം പരിഹാസത്തോടെ പറഞ്ഞത്, ഇത്രയും നാൾ ഞങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് ഭൂരിപക്ഷ പ്രീണനമായി മാറിയോ എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് മുന്നോട്ട് വെച്ചത്. എന്തായാലും പരിപാടി നടക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയായിട്ടൊന്നും ഇങ്ങോട്ട് വരേണ്ട, അത് കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരൻ അതേ അറിയാത്തത് കൊണ്ടാണ് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിനിടയിലാണ് NSS-ന്റെ ഭാഗത്ത് നിന്ന് SNDP-യുടെ ഭാഗത്ത് നിന്നും പൂർണ്ണ പിന്തുണ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നത്. NSS-ഉം സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോഴും NSS ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ച നിലപാട്, അത് NSS-ന്റെ വൈസ് പ്രസിഡന്റായ സംഗീത് കുമാർ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗങ്ങളിൽ പങ്കെടുക്കുകയും പൂർണ്ണ പിന്തുണ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ഇത് ശബരിമലയിലെ അയ്യപ്പന്മാർക്ക്, അവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് ഗുണം ചെയ്യുന്ന പരിപാടിയാണെന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. അതോടുകൂടിയാണ് BJP-ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായത്. BJP അതിനെ വിമർശിച്ച് രംഗത്ത് വരാനുള്ള കാരണവും അത് തന്നെയായിരുന്നു. അതിന് പിന്നാലെ സുകുമാരൻ നായർ ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കി. അതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആൾക്കാരെ വേണം പങ്കെടുപ്പിക്കാൻ, അല്ലാതെ അത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുപ്പിക്കരുത്, അയ്യപ്പന്മാർ വേണം പൂർണ്ണമായി പങ്കെടുക്കാൻ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അത് ദേവസ്വം ബോർഡ് അംഗീകരിച്ചുകൊണ്ട്, സംസ്ഥാന സർക്കാർ ആ നിലപാട് അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഇപ്പോൾ അതിൻ്റെ സംഘാടകരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, അതായത് MLA-മാർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ആ പരിപാടിക്ക് പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം സംസ്ഥാന സർക്കാർ NSS-നെ അറിയിച്ചു. അങ്ങനെ NSS അതിനെ ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. SNDP-യുടെ പൂർണ്ണ പിന്തുണ ആ പരിപാടിക്ക് ഉണ്ട്. ഈ രണ്ട് സംഘടനകളുടെയും പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഇനി ഏത് കോണിൽ നിന്ന് ഉയർന്നു വന്നാലും സംസ്ഥാന സർക്കാർ ആ പരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീടുള്ളത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അത് ഉണ്ടാക്കിയ തിരിച്ചടിയെക്കുറിച്ച് കൃത്യമായ ബോധ്യം CPM നേതൃത്വത്തിന് ഉണ്ട് താനും. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം നിലവിൽ ഉണ്ട്. സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നാണ് ആ സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PS പ്രശാന്ത്, അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം ഒരു നിലപാട് ഈ വിഷയത്തിൽ പറയുകയുണ്ടായി. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ആ സത്യവാങ്മൂലം, ദേവസ്വം ബോർഡിൻ്റെ സത്യവാങ്മൂലം തിരുത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചന നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് അതിൻ്റെ ചർച്ചകൾ നടത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാകും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ MV ഗോവിന്ദൻ്റെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്, ഈ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഹൈന്ദവ സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ ആ പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടൊരു സത്യവാങ്മൂലം മാറ്റി നൽകിയാലും അത്ഭുതപ്പെടാനില്ല.
എന്നാണ് നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയുന്നത്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നുകൂടി ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത് സംസ്ഥാന സർക്കാർ ആയിരിക്കില്ല നൽകുന്നത്, ദേവസ്വം ബോർഡ് ആയിരിക്കും ഒരുപക്ഷെ ആ സത്യവാങ്മൂലം തിരുത്തി നൽകുന്നത്. അതിന് നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിൻ്റെ കയ്യിലാണ് ആ കേസ് ഉള്ളത്, അവരാണ് പരിഗണിക്കേണ്ടത്. അത് കുറേ വർഷങ്ങളായെങ്കിൽ അത് പരിഗണിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഭരണഘടനാ ബെഞ്ച്. വിവിധ വിഷയങ്ങൾ, ഏതാണ്ട് 7ഓളം വിഷയങ്ങളാണ് തീർപ്പ് കൽപ്പിക്കാനുള്ളത്. ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമാവലിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ ചോദ്യങ്ങൾ ഉണ്ട്. ആ ചോദ്യങ്ങൾക്കാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. അതിന് മുന്നിലേക്ക് ഒരു സത്യവാങ്മൂലം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡ് നൽകുമോ എന്നുള്ള കാര്യത്തിൽ ചില കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജിത്.